ഞങ്ങളൊന്ന് ചെറുതായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ്സൊക്കെ എവിടെ നിന്ന് കിട്ടുകയെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങാൻ പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ റൂം ഇതാണ്. ഇത് നേരെ പുറത്തേക്കുള്ള വ്യൂ ആണിത്. നേരെ ഇവിടുന്ന് അങ്ങോട്ട് ആണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതിയല്ലോ. ഗൈസ് അവിടെയാണ് ഞങ്ങൾ നിൽക്കണേ. ഇനിയിപ്പോൾ രാത്രി അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. അവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്, ആ ഭാഗത്ത്. അധികം ദൂരമൊന്നുമില്ല നടക്കാൻ, പക്ഷേ പെട്ടി ഉണ്ടായതുകൊണ്ട് ഉരുട്ടിക്കൊണ്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ എന്തായാലും. ഇപ്പം നമ്മൾ നടന്ന് ബസ് ടെർമിനലിലെ എൻട്രിയിലെത്തി ഗൈസ്. ഇതൊക്കെ കിട്ടും. ഇതിൻ്റെ പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇറങ്ങുമായി, റെഡി ആയിട്ടോ. ഞങ്ങൾ നേരത്തെ പോയിട്ട് എവിടുന്ന ബസ് കയറേണ്ടതെന്നൊക്കെ നോക്കി. അപ്പോഴേക്കും പിന്നെ ഡ്രൈവറിൻ്റെ നമ്പറൊക്കെ നമുക്ക് ഫോണിൽ മെസ്സേജ് വന്നു. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ അധികം ആവശ്യമൊന്നുമില്ല. അത് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കണ്ണ് പൊട്ടിയൊക്കെ അടിച്ചായി. കണ്ണ് ഭയങ്കര നീറ്റിലൊക്കെ ആയിരുന്നു. ഒന്ന് കഴുകിയപ്പോഴൊന്ന് സെറ്റായത്. അപ്പം ഇനി എന്തായാലും പോയിട്ട് ബസ് കയറിയിട്ട് കാണാം. ബസ് സ്റ്റേഷൻ എത്തിയിട്ട് ഞങ്ങളിതാ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഇവിടെ അങ്ങനെ ഏത് ട്രാക്ക് കാലിയാവുക അതിനനുസരിച്ച് ബസ് വരിക ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് ട്രാക്കിലാണ് വരുന്നതെന്ന്. ഇന്റർ സ്റ്റേറ്റ് ബസ് കശ്മീർ ഗേറ്റിലുള്ള ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് ഇന്റർ സ്റ്റേറ്റ് ബസ് വയ്ക്കുമ്പോൾ പോകുന്നത്. നല്ല റഷാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ ബസ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അടുത്ത് ഷോപ്പുകളൊന്നുമില്ല. നമ്മൾ ഇവിടെ കുറേ ലോക്കൽ വെൻഡേഴ്സ് ഉണ്ടാവും. അവരുടെ നിന്ന് മേടിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ആവശ്യം എന്താ വെച്ചാൽ 11, 12, 13 സ്ലീപ്പർ ബസ്, ബാക്കിയൊക്കെ സെമി സ്ലീപ്പർ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. കാരണം ഇവിടെ നിൽക്കുന്നതൊക്കെ ബസ്സുകളാണ്. എന്തൊരു തിരക്കാണ്, എത്ര ആൾക്കാരാണ് പോകുന്നത്. മഞ്ഞ് തുടങ്ങുന്ന സമയമുണ്ട്. ഇവിടുന്ന് ഷിംല, ഡെറാഡൂൺ, ഋഷികേശ് എല്ലായിടത്തേക്കും ഉണ്ട് ബസ്. ഞാൻ ബോർഡിൽ കാണിച്ചു തരാം. ചണ്ഡീഗഡ്, ഋഷികേശ്, ഹമിർപൂർ, ഡെറാഡൂൺ എല്ലായിടത്തേക്കും ഉണ്ട് ബസ്. സമയം അപ്പോൾ 11 മണിയായി. ഞങ്ങൾ 10 മണി മുതൽ ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ ബസ് വന്നിട്ടില്ല. പോസ്റ്റാണ്. അന്തലാലിൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സും വരുന്നുണ്ട്. ഷിംലയ്ക്ക് മാത്രം വരുന്നില്ല. കുറേ നേരം ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നു. അയാൾ വിളിക്കുമ്പോൾ അയാൾ ഇപ്പോൾ വരും എന്ന് പറയാം. ഇവിടെ കോമഡി എന്താ വെച്ചാൽ 1 മുതൽ 10 വരെ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഏതാ കാലിയെന്ന് വെച്ചാൽ അതിൽ ബസ് വരിക ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഈ മുക്ക് മുതൽ അങ്ങേ തല വരെ ഓടി നോക്കണം ബസ് ഏതിലാണ് വരുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ മാറി ഇങ്ങനെ പോയി നോക്കും ഓരോ ബസ് വരുമ്പോൾ. അവസാനം കിട്ടി ഗൈസ്. കുറേ കഥ പറയാനുണ്ട്, ഉള്ളിൽ കയറിയിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ ബസ് കയറി ഗൈസ്. ഇതുണ്ടോ, ഇവർ വേറെ ഏതോ ഒരു പ്ലാറ്റ്ഫോമിലാണ് കൊണ്ട് നിർത്തി. അപ്പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഫോണൊക്കെ വിളിച്ചിട്ടാണ് ഈ ഭാഗത്തെത്തി. ഒരു അങ്കളെ പരിചയപ്പെട്ടു. ആൾക്ക് കൊടുത്തു ഫോൺ. ആളാണ് ഞങ്ങളിവിടെ എത്തിച്ച്. 1 മുതൽ 10 ഇടയിൽ വരും പറഞ്ഞിട്ട് 46-ാമത്തേലൊക്കെ വന്നത്. പക്ഷെ നല്ല പണിയായി. ഒന്നും പറയണ്ട, വന്നതിന് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടു. ഇവിടെ നിന്നാണ് ഞങ്ങൾ കയറി ഇന്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ കശ്മീർ ഗേറ്റ്. അതാണ് സ്റ്റാർട്ടിങ്ങിൽ മഹാറാണ പ്രതാപ് ഇന്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ കശ്മീരി ഗേറ്റിൻ്റെ അവിടെ ഉള്ളത്. അവിടെയാണ് മിക്ക പ്രൈവറ്റ് ബസ്സസും KSRTC ബസ്സും ഒക്കെ ഉണ്ടാവും. SRTC ബസ്. ഇവിടെ ജയ്പൂർ എല്ലായിടത്തേക്കുള്ള ബസ് ഇവിടുന്ന് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്താൽ തന്നെ ഇവിടെ വന്നിട്ടാണ് കയറേണ്ടത്. ലോക്കൽ ബസ്സും അവൈലബിൾ ആണ് ഇവിടെ. രാവിലെ 8 മണിയായി. ഏറെക്കുറെ ഇവിടെ എത്താനായപ്പോഴേക്കും. ഇവിടെ കുറേ ഹോട്ടലുണ്ട് കേട്ടോ. ഷിംല ടൗണിലൂടെ ഞങ്ങൾ എത്തുന്നുള്ളൂ. ഇതിങ്ങനെ പോകുന്ന വഴിക്കാം. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അപ്പോൾ നല്ല വ്യൂ അല്ലേ ഇവിടെ. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ എത്തിയേ. അർജുന, ഇതാണ് നമ്മുടെ വണ്ടി. എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ടിൽ. എല്ലാവരും എത്തിയിട്ട് പരിചയപ്പെടാം. ഇവിടുന്ന് സ്പിത്തി പോകുന്നത് അടുത്ത വീഡിയോയിൽ പറയായിരുന്നു. ആനിവേഴ്സറി ഞങ്ങളുടെ. സോ അതിൻ്റെയൊക്കെ രസം
അതൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ട്രിപ്പിന് പോകുന്നത്. ഞങ്ങളിതാ 4 പേരാട്ടോ ട്രിപ്പിലുള്ള. നല്ല വെയില്, ഒരു ഗ്രീൻ വാലി. ഇവിടെ ഒരു ഗ്രീൻ വാലി പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഇവിടെ വന്നേക്കാം. ഇവിടെ കൂടുതലും പൈനിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടോ കാണാൻ പറ്റുന്നേ. അവിടെ ഇത് നമ്മൾ ഗ്രീൻ വാലി എന്ന് പറയും. ഞങ്ങൾ ഇവിടുന്ന് ഷിംലയിൽ നിന്ന് നാർക്കണ്ട പോകുന്ന വഴിക്കാണ് ഇതുള്ള കാലാവസ്ഥയാണ്. വലിയ തണുപ്പില്ല, വലിയ ഇതുമില്ല. ഒരു 10 ഡിഗ്രി അതിൻ്റെ അടുത്തൊക്കെ വരുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. മാഗിയും ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു. 1 വേസ്റ്റ് ആയിരുന്നു. പിന്നെ കാപ്പിയും ചായയും മേടിച്ചു കുടിച്ചു. അങ്ങനെ നാർക്കണ്ട എത്തി. അപ്പോൾ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നാർക്കണ്ട അതിൻ്റെ അടുത്താണ് കേട്ടോ വന്നിരിക്കണേ. ഷിംലയിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താണ് സ്ഥലത്തിൻ്റെ പേര്? സറാഹൻ. അവിടെയാണ് സ്റ്റേ. അപ്പോൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈവനിങ് ആവും ഞങ്ങളവിടെ എത്താൻ. പിന്നെ ഓൺ ദ വേ ഓരോരോ സ്റ്റോപ്പൊക്കെ എടുത്തിട്ടാവും പോകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡ്രൈവറെ അസൈൻ ചെയ്തിട്ടുണ്ട്, ഹിമാൻഷു എന്ന പേര്. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം ഏറെക്കുറെ 10 മണി കഴിഞ്ഞ് 11 മണി ആവാറായി. ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്ന 14 ഡിഗ്രി ഒക്കെയാണ്. പക്ഷേ നമ്മളൊരു തണലത്തേക്ക് വന്നാൽ നല്ല രീതിയിൽ തണുപ്പ് കിട്ടും. പിന്നെ കാറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഫീൽസ് ലൈക്ക് 8 ഡിഗ്രി അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ ട്രിപ്പിലാരൊക്കെയെന്നല്ലേ, ഇതേ അർജുനുണ്ട്, പിന്നെ അർജുൻ്റെ സാം, അവിടെ ബാംഗ്ലൂർ തന്നെയാണ്. പിന്നെ അമ്മ ഫോണൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആനിവേഴ്സറി വിഷസൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നിർത്തുക. ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഹോട്ടൽ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ കുറേ ദൂരത്തിൻ്റെ ഇടയിൽ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കിട്ടുന്നത് പറാത്ത, രാജ്മ ചാവൽ, പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും കുറവാണെന്നാണ് പറയുന്നത്. പോയി നോക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നത്. ആലു പറാത്ത, രാജ്മ, കേട്, അതന്നെ സെയിം റിപ്പീറ്റ്. ഇവനെന്തൊരു ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടണം. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ കയറിയതിൻ്റെ അടുത്തുള്ള ബാക്ക് സൈഡത്തെ വ്യൂ ആണ് കേട്ടോ. സൂപ്പറായിട്ടേ. അതുപോലെ തന്നെ ഇവിടെ താഴെ കണ്ടോ, ഈ കാണുന്ന മരങ്ങളൊക്കെ ആപ്പിളാണ്. ഇപ്പോൾ ഒന്നുമില്ല. ഇതിൻ്റെ താഴ്വാരത്തൊക്കെ വീടുണ്ട്. ആ സൈഡിലാണ് വെള്ള കാണുന്നതൊക്കെ വീടാണ്. സൂം ചെയ്യാൻ പറ്റും, അവിടെ എത്തില്ല, എന്നാലും നോക്കാം. ആ കാണുന്നതൊക്കെ വീടുകളാണ്. കൊള്ളാം. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡ് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഫുഡാണ്. ഓംലേറ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അർജുൻ ഓർമ്മ തോന്നുന്നത്. അതുപോലെ ആലു പൊറോട്ട മേടിച്ച് ആലു പൊറോട്ടയും നൈസായിരുന്നു. നല്ല പുളിയില്ലാത്ത തൈരിൻ്റെ ഒപ്പം. പിന്നെ രാജ്മക്കർ വൈബായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുന്നത് സത്ലജ് റിവറിൻ്റെയാണ്. ആ കാണുന്നതാണ് റിവർ. അതിൻ്റെ സൈഡിൽ കൂടെ പോകണം. പവർ പ്ലാന്റൊക്കെ ഈ സത്ലജ് റിവറിൻ്റെ സൈഡിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ പാറ കണ്ടോ, അടിപൊളിയാണ്. ലാൻഡ്സ്കേപ്പ് സൂപ്പറായിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പുറത്തെ സൈഡിൽ കുറേ എന്തൊക്കെയോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തിൻ്റെയാണെന്ന് അറിയില്ല. ചിലതൊക്കെ ഒന്നും റെസിഡൻഷ്യലല്ല, എന്തോ പ്രൊജക്ട്സിൻ്റെയൊക്കെ ഓപ്പറേഷൻസിൻ്റെ സംഭവങ്ങളൊക്കെ. സൂപ്പർ. പൊളി എന്താണിത്? അവിടെ തന്നെ അമ്പലമുണ്ട്. ഓൺ ദ വേ ഞങ്ങളൊന്ന് നിർത്തിയേ. അപ്പോൾ ഇവിടെ അടുത്തൊരു അത്യാവശ്യം ഫേമസ് ആയ ഹനുമാൻ്റെ അമ്പലം കണ്ടിട്ട് അങ്ങനെ നിർത്തിയതാണ്. പക്ഷെ അത് അടച്ചേക്കും. അപ്പോൾ ഇതാണത്, ഈ മലയുടെ താഴ്വാരത്തിൽ. അത് തൊട്ടപ്പുറത്ത് പോകുന്ന നമ്മൾ നേരത്തെ കണ്ട ആ സത്ലജ് റിവറാണ്. ആ നദീൻ്റെ തീരത്താണിത്. ഇവിടെ ഈ പാറ കണ്ടോ, വേറെ ലെവലാണ്. റോഡൊക്കെ
അപ്പോൾ ഗൈസ് ഹനുമാൻ ഇതാണ് കേട്ടോ. ഞാനതങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അതാണ് ഹനുമാൻ ഫേമസ് ആയിട്ടുള്ളത് പറഞ്ഞല്ലേ ഈ തീരത്തുള്ള ആ മന്ദിരവും ലക്ഷ്മീൻ്റെയും ഇവിടെ ഹനുമാൻ്റെ ഒരു പ്രതിമയുണ്ട് വലുത്. ആണോ? നൈസായിട്ടില്ലേ ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾ? ഓ ക്യാമറ തിരിഞ്ഞു പോയി. ആ അതാ നല്ല വെയിലാണ്. ഇത് കണ്ടോ ഗൈസ്, റോഡ് ഉണ്ടാക്കി വെച്ച് കണ്ടില്ലേ? പാറങ്ങനെ ചെത്തി 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 ഉണ്ടാക്കി വെക്കുക. അടിപൊളി, കാണാൻ അടിപൊളി. എന്ത് മലയാണ്, അതാണ് അമ്മ പറഞ്ഞ സാധനം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന റോഡ്സ് മൊത്തം ഇങ്ങനെയാവും ഗൈസ്. അങ്ങനെ പാറങ്ങ ചെത്തി സൈഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കൂടെ റോഡ് ഉണ്ടാക്കിയതൊക്കെ. കുറച്ചായിട്ട് പോയാൽ റോഡും ഉണ്ടാവില്ല കേട്ടോ. റോഡുള്ളിടത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുക. എല്ലാം വൈകിയേ കാണാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. നാളെ മുതല കാര്യമായിട്ടുള്ള സീൻസൊക്കെ ഉണ്ടാവുക. ഇന്ന് ജസ്റ്റ് കാഷ്വൽ നമ്മളൊരു സ്ഥലത്ത് പോവുക. നമുക്ക് ഇന്ന് റെസ്റ്റാണ് നമ്മുടെ ശരിക്ക് യാത്ര ചെയ്തിട്ടുള്ള. ഇതുകൊണ്ട് ഗൈസ് ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതിൻ്റെ സൈഡിൽ. താഴെ കാണുന്നതാണ് സത്ലജ് റിവർ. നമ്മൾ നേരത്തെയൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ വന്നുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ലഹാസ ടൗൺ ആണ്, അപ്പർ ലഹാസ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഈ സത്ലജ് റിവറിന് വെള്ളമെടുത്ത് അങ്ങനെ ജീവിക്കുന്നവർ. അവരുടെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഈ റിവർ തന്നെയാണ്. ഇവിടെ എത്തിപ്പിക്കുന്ന റിവറൊക്കെ അത്യാവശ്യം ക്ലീൻ വാട്ടർ കേട്ടോ. നല്ല വലിയ വലിയ പാറക്കല്ലുകൾ വെച്ച് നിറഞ്ഞ റിവേഴ്സാണ്. ഇവിടെയുള്ള മിക്ക വീടുകളിലും ഷിംല മുതൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ മലയുടെ സൈഡിലില്ലേ അവിടെ ആയിട്ട് ആ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ എല്ലാ ബിൽഡിങ്ങിനും വാലി വ്യൂ ആണ്. ബിൽഡിംഗ് ആയാലും വീടായാലും ഹോട്ടൽസ് ആയാലും ഹോം സ്റ്റേ ആയാലും ഒക്കെ അങ്ങനെയാണ്. ഇതുണ്ട് പഴയ ഒരു ബിൽഡിങ്. അതാണിപ്പോൾ നമ്മുടെ കടന്നു വന്ന ടൗണ്. ഉണ്ടോ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. വ്യൂ ആണ് കാണുന്നത്. പിന്നെ അല്ല സൂപ്പർ വ്യൂ. ഒരു മല തീരുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്ത് വേറൊരു മല, ആ മല തീരുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്ത് വേറൊരു മല. അങ്ങനെ ബ്യൂട്ടി. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുക ഗൈസ്. റോഡില്ല അവിടെ, നല്ല കുത്തിമറിഞ്ഞുള്ള വഴിയാണ്. മലയുടെ ടോപ്പ് കാണാണ്ടോ? രാംപൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ എത്തിപ്പിക്കാൻ റോഡും ഇല്ല. അവിടെ ഒന്നും ഇതും കൂടി ഇല്ല. സൈഡിലേക്ക് പോയാൽ നേരെ കൊക്കയിൽ ലോറിയെ കയറി പോന്നു. ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായി തോന്നുന്നു. അങ്ങനെ പോയതോ അവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് തന്നെ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു ഇത്ര. അതിൽ നഷ്ടപ്പെട്ടത് അതൊക്കെ കണ്ടോ. റോഡോ ഇല്ല. അതുണ്ടോ മൂട് ഭാഗം അവിടെ നിന്നൊക്കെ മണ്ണ് ഒഴിച്ച് തഴുതിക്ക് വന്നു. രാവിലെ ഉണ്ടാക്കുന്ന റോഡ് വൈകുന്നേരത്തിന് ഇല്ല എന്നാണ് പറഞ്ഞത് അവസ്ഥ. അടിപൊളിയാണ്. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കാണുകയെന്നല്ലാതെ ഇവിടെ നിൽക്കണവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അവിടെ നമ്മളിവിടെ മതിയായിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നേ. നോക്കട്ടോ, നമ്മൾ ഭയങ്കര ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പഴം ഫ്രഷ് അല്ല, പഴം അത്യാവശ്യം നല്ലോണം പഴുത്തുള്ളൂ. സീതാപ്പഴമൊക്കെ ഉണ്ടല്ലോ, കോളിഫ്ലവർ, കുറേ സാധനങ്ങളുണ്ട്. ഗൈസ് നമ്മൾ കുറേ കയറി
മലയുടെ മുകളിലെത്തി. ഊഫ്, എന്താ കാണുന്നതൊക്കെ വേറെ വൈബ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ വട്ടം കറങ്ങിയിട്ട് ഇന്നലെ തുടങ്ങി അലച്ചില്ല. ഇന്നലെ രാത്രി 9 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് റൂമിലെത്തിയത്. അത്യാവശ്യം നല്ല റൂമാട്ടോ. നമ്മൾ ഷിംലയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 120 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ട് പോകുന്നു മലയുടെ മുകളിലോട്ട്. അപ്പോൾ ഇവിടെ റൂം, ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം റൂം കാണിച്ചു തരാം. പക്ഷെ നല്ല റൂം തന്നെ. ഇത് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡുണ്ട്, ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ TV ഉണ്ട്, വീണ്ടും ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ അതാ പറയാം കബേർഡും വാഷ്റൂമും ഹോട്ട് വാട്ടറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അറിയാൻ പറ്റും. പിന്നെ അതാ അവിടുത്തെ ഹൈലൈറ്റ് പറയുന്ന ഈ റൂമാണ്, ഈ വ്യൂ ആണ്. ആണോ? അതെ, അർജുൻ അപ്പുറത്ത്. സൂപ്പർ. അപ്പോൾ ഗായ്സ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ ഈ ഭാഗത്തോട്ട് താമസിക്കുന്നത്, കുറച്ചപ്പുറത്ത് അതിന് നേരെ അപ്പുറത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സെയിം മോഡൽ ഡ്രസ്സ് ഷെയ്മാ ആനിവേഴ്സറി ആയിട്ട് അമ്മുക്കുട്ടിയും മേടിച്ചതാണ്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന ആ കാണുന്ന അമ്പലത്തേക്കാണ്. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി പോകണം. ഇവിടെ സൺസെറ്റ് വ്യൂവും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു. അർജുനും ശ്യാമും ഫ്രണ്ട് നടക്കുന്നുണ്ട്. അതുകൂടെ വഴിയില്ല. നേരം 5 മണിയുള്ളപ്പോഴേക്കും ചന്ദ്രൻ വന്നു. സൺസെറ്റ് ആവാനായി. 5 മണി ആവുന്നേ ഉള്ളൂ, 4:45 ഇവിടെ ചെറിയ മാർക്കറ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. യെസ്, നമ്മൾ തണുത്തിട്ട് ഫുൾ സെറ്റപ്പില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഫുഡൊക്കെ വരണ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോട്ടലിൽ നിന്ന്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇടാം. അപ്പോൾ അതൊക്കെ വിശേഷം വൈകി കാണാം. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമല്ലോ. അമ്പലം ഇവിടുന്ന് ഞാൻ വ്യൂ കാണിച്ചു തരാം. അതാണ് അമ്പലം. കൊള്ളാം അല്ലേ, നൈസായി ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. എന്ത് മേടിച്ചു തരേണ്ടത്? ആ സാധനം ആരതി ചെയ്യുന്ന സാധനം, ആ പൂജ ചെയ്യുന്ന സാധനം എടുക്കോ. സോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നമ്മൾ മൊണസ്ട്രി വൈബൊക്കെയാണ് ഏറെക്കുറെ. ഇതിൻ്റെ ഫ്രണ്ട് ഇതാട്ടോ മെയിൻ എൻട്രൻസ്. ഇവിടെയൊക്കെ എങ്ങനെ ഇവിടെ ചെരുപ്പ് വരണല്ലേ. അപ്പം ഞങ്ങൾ ചെരുപ്പൊക്കെ അതെ അവിടെ ഊരി വെച്ചിട്ട് ഉള്ളോട്ട് കയറാൻ പോവാം. അർജുൻ്റെ കയറി പോകണം. അമ്മ കയറി, സാം ആദ്യം കയറിപ്പോയി. ആ കണ്ണ് ശിവൻ്റെ അമ്പലം കേട്ടോ, ശിവമന്ദിർ തന്നെയുണ്ട്. അമ്മൻ്റെ കാലും ആലോചിച്ചു ഗൈസ്. നീ ആണ് അമ്പലം. ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലോടാണോ അറിയില്ലല്ലോ. ഞങ്ങളിതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി തൊഴുത്തുകൊണ്ട് പുറത്തേക്ക്. അതിനുള്ളിൽ ക്യാമറ അലൗഡല്ല, അത് വെച്ചു. അതുപോലെ അതിൻ്റെ അടുത്തും 2 അമ്പലങ്ങളുണ്ട്. ആരൊക്കെ പ്രതിഷ്ഠ മനസ്സിലായില്ല. ഒന്ന് ഇതിലിപ്പോൾ ലക്ഷ്മീൻ്റെ പ്രതിഷ്ഠയാണ് പറയുള്ള. പിന്നെ നമ്മുടെ കാവില ഭൈരവ് എന്ന് പറഞ്ഞിട്ട് 10ൻ്റെ താഴെ ഉണ്ടാവും ടെമ്പറേച്ചർ പറയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, അവിടുന്ന് സുവനീറും വാങ്ങിച്ച് മുകളിലോട്ട് കയറി ഇതൊക്കെ പറയും.
ഇതാണ് കേട്ടോ അമ്പലം. നമ്മൾ നിൽക്കുന്നത് എന്താ കാണുന്ന ഞങ്ങൾ കഴിക്കാൻ വന്ന റൈസുണ്ട്, മിക്സ് വെജുണ്ട്, പനീറുണ്ട്, ദാലുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട്. നല്ല ഫുഡാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സറാഹെന്ന് ഞാൻ വീഡിയോ എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എഡിറ്റ് ചെയ്ത സമയത്താണ് കണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് സരാഹിൽ നിന്ന് ടാബോലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ